ഹായ് മക്കളെ, റീനീറ്റിനെ കുറിച്ച് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. അതായത് 2024 നീറ്റ് എഴുതിയ മുഴുവൻ കുട്ടികളും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വിധിയാണല്ലോ. ചോദ്യപേപ്പർ ചോർച്ച കാരണം നീറ്റ് ഒന്നും കൂടെ നടത്തുമോ, റീനീറ്റ് നടത്തുമോ എന്നുള്ള സുപ്രീം കോടതി വിധി വരാൻ ഇനി ആകെ 3 ദിവസം മാത്രം അവശേഷിക്കെ റീനീറ്റ് പ്രതീക്ഷിച്ച ഒത്തിരി കുട്ടികൾക്ക് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് റീനീറ്റിനെ കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ സുപ്രീം കോടതിക്ക് കിട്ടിയ സത്യവാങ്മൂലം, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സത്യവാങ്മൂലത്തിൽ റീനീറ്റ് നടത്തുന്നതിന് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ റീനീറ്റ് നടത്തരുത് എന്നുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ആൻഡ് ജൂലൈ 8 വിധി വരുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ റീനീറ്റും പ്രതീക്ഷിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അവരൊക്കെ ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, 3 ദിവസം കൂടിയല്ലേ, ആ 3 ദിവസം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം 2015 AIPMT എന്നുള്ള നീറ്റിന് മുമ്പേയുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ എക്സാം ക്യാൻസൽ ചെയ്യുമ്പോഴും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അന്നും പറഞ്ഞത് പരീക്ഷ വീണ്ടും നടത്തുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു. അന്ന് സുപ്രീം കോടതി പറഞ്ഞത് പ്രായോഗിക ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അനുഭവിക്കണം, കാരണം ഇത് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ജൂലൈ 8 മാത്രമേ റീനീറ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. പഠിച്ചു തുടങ്ങിയവർ ഇനിയും പഠിക്കുക. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ വേണം എന്ത് ചെയ്തോടെ ഒരു 3 ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും വിധി വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. ഒരിക്കൽ കൂടെ പറയാണ്, എജ്യൂപോർട്ടിൻ്റെ സ്റ്റാൻഡ് ഈ ഒരു കേസിൽ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് 10 20 കുട്ടികളിലേക്കല്ല എത്താൻ പോകുന്നത്. ഇന്നത്തെ ടെക്നോളജി ഇത്രയും വികസിച്ച സമയത്ത് നിമിഷങ്ങൾക്കുള്ളിൽ എന്തും എവിടെയും എത്തിക്കാവുന്ന രീതിയിൽ ടെക്നോളജി വളർന്ന സമയത്ത് അത് ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് എത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റീനീറ്റ് തന്നെ ആവശ്യപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ എന്താണ്, റീനീറ്റിൻ്റെ ആവശ്യമില്ല, കൗൺസിലിംഗ് നടപടികളൊക്കെ പുരോഗമിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം.